മലയാള സിനിമയുടെ ഇത് ഞാൻ നോണ പറയണല്ല, ഇതെന്റെ ചോര തിളച്ചുകൊണ്ടിരിക്കണം. അത്രയ്ക്ക് ഞാൻ കോൺഫിഡന്റ് ആയിട്ടാണ് പറയുന്നത്. ഈ പടം കാണുമ്പോൾ ചോര തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് വേറൊന്നുമല്ല, മലയാള സിനിമയുടെ ചരിത്രം തിരുത്തി എഴുതിക്കോ റൈഫിൾ ക്ലബ്ബ്, അതുപോലെ തന്നെ ആഷിഖ്. ഞാൻ ഈ സിനിമ കാണാനായിട്ട് 3 റീസണാണ് ഉള്ളത്. അതിൽ 1 ആഷിഖ് അബു, 2 ഹനുമാൻ കൈൻഡ്, 3 കാസ്റ്റിംഗ്. ഔട്ട്സ്റ്റാൻഡിങ്. നോട്ട് ചെയ്ത് വെച്ചോ, ഒരു രക്ഷയില്ല. ഫസ്റ്റ് സീൻ തൊട്ട് വെടി തുടങ്ങുവാണ്. അത് തുടങ്ങി മാലപ്പടക്ക് അവസാനം തൃശ്ശൂർ പൂരം കണ്ട ഒരു എഫക്റ്റ് ആണ്. വാണീഷും വിജയരാഘവനും കത്തി തകർത്തിട്ടുണ്ട്. കാരണം ചേട്ടന്റെ അഭിനയം നമുക്ക് അറിയാലോ, പണ്ട് കാലങ്ങളിൽ ഹീറോ ആയിരുന്നു. 0.32 വരും. ലെവലായിട്ടും തന്നെ പറയാൻ പറ്റും. ദിലീഷ് മോഹനും അൻഡ്രെ കാശിഫിന്റെ ഒരു കോംബോ സീൻസ്, അവര് തമ്മിലുള്ള ഒരു ഫൈറ്റും കാര്യങ്ങളും, പിന്നെ റൈഫിൾ ക്ലബിന്റെ ആയിട്ടുള്ള എല്ലാ എലമെന്റ്സും എൻ്റെ അകത്തുണ്ട്. വാണീഷും വിജയരാഘവനും കത്തി തകർത്തിട്ടുണ്ട്. തിയേറ്റർ വന്ന് ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങി വരുന്നതും പറയില്ല, കിടുക്കാച്ചി സാധനം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരാൻ പറ്റുള്ളൂ. നമ്മുടെ പുളിസ് അമ്മാതിരി ഐറ്റം സൂപ്പർ. ഇതുവരെയുള്ള വെച്ചിട്ട് ഇതിന്റെ മസ്റ്റ് മാർക്കോക്ക് വെല്ലുവിളി ആയിട്ടും തന്നെ ആയിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ വയലൻസിന്റെ അയ്യരുകളിയാണ്. അമ്മാതിരി രീതിയിൽ പടം മേക്ക് ചെയ്തിട്ടുണ്ട്. പൊളി സാധനം. അതാണ് ഒരു റേഞ്ച് സാധനമാണത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റിവ്യൂലോ റൈഫിൾ ക്ലബിന്റെ ആയിട്ടുള്ള എല്ലാ എലമെന്റ്സും ഉണ്ട്. ഒരു രക്ഷയില്ല. ദിലീഷ് മോഹത്തിന് ഇമ്മതര രീതി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന അൻഡ്രെ കാശിഫ് ഒരു രക്ഷയില്ല. മോനെ ആഷിഖിന്റെ കംബാക്ക് ആണ്. മസ്റ്റായിട്ട് കംബാക്ക് ആണ്. ക്രിസ്മസ് വിന്നർ ആവാൻ എല്ലാ സാധ്യതയുണ്ട്. റൈറ്റിംഗ് പുള്ളിയുടെ റൈറ്റിംഗ് അറിയാലോ, പക്ഷെ ഇതിൽ കുറച്ച് വെറൈറ്റി റൈറ്റിംഗ് ആണ്. നേരത്തെ കണ്ട റൈറ്റിംഗ് പോലെയല്ല, ഒരു കംപ്ലീറ്റ് ത്രില്ലർ ആക്ഷൻ പാക്ഡ് സാധനം. ഫസ്റ്റ് സീൻ തൊട്ട് വെടി തുടങ്ങുവാണ്. അത് തുടങ്ങി മാലപ്പടക്ക് അവസാനം തൃശ്ശൂർ പൂരം കണ്ട ഒരു എഫക്റ്റ് ആണ്. ഇടുപ്പം പെടുന്നവർക്ക് എല്ലാ വർക്കും, എല്ലാ ഡിപ്പാർട്ട്മെന്റും, ഒരു ഡിപ്പാർട്ട്മെന്റ് വല്ല മോശം പറയാനില്ല. മറ്റേ ഇവരുടെയൊക്കെ ഡ്രസ്സൻസ് ഒക്കെ അല്ലേ എല്ലാം ഒന്നിനൊന്നിനും വെച്ച് ഒരു പടം അപ്പൊ ആവേശമൊക്കെ കണ്ടിറങ്ങിയ എഫക്റ്റ് ആണ്. കിടുകിടുപ്പൻ തകർത്ത് ഇത് വാരും ഉറപ്പാണ്. മലയാള സിനിമയുടെ ഇത് ഞാൻ നോണ പറയണല്ല, ഇതെന്റെ ചോര തിളച്ചുകൊണ്ടിരിക്കണം. അത്രയ്ക്ക് ഞാൻ കോൺഫിഡന്റ് ആയിട്ടാണ് പറയുന്നത്. ഈ പടം കാണുമ്പോൾ ചോര തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് വേറൊന്നുമല്ല, മലയാള സിനിമയുടെ ചരിത്രം തിരുത്തി എഴുതിക്കോ റൈഫിൾ ക്ലബ്ബ്, അതുപോലെ തന്നെ ആഷിഖ് അബു. വേറൊന്നും പറയാനില്ല. ഞാൻ ഈ സിനിമ കാണാനായിട്ട് 3 റീസണാണ് ഉള്ളത്. അതിൽ 1 ആഷിഖ് അബു, 2 ഹനുമാൻ കൈൻഡ്, 3 കാസ്റ്റിംഗ്. ഔട്ട്സ്റ്റാൻഡിങ്. നോട്ട് ചെയ്ത് വെച്ചോ, ഒരു രക്ഷയില്ല. ഔട്ട്സ്റ്റാൻഡിങ്. പക്ഷെ ഇത് വേറെ ലെവലായി പോയി. ഒരു വെടിവെപ്പ് തന്നെയാണ്. ഇംഗ്ലീഷ് പടങ്ങളിൽ കാണുന്ന പോലെ തന്നെ നമ്മള്, കാരണം ഇതില് മാർക്കൊക്കെ വെല്ലുവിളിയാണ്. കാരണം മാർക്ക് നമ്മൾ കണ്ടില്ല എങ്കിലും ഈ സിനിമ അഭിനയിച്ചിരുന്ന എല്ലാ ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ വാണിവിശ്വാസിച്ച് കാരണം ആഷിഖ് അബു സാറ് അമൽദീറിന്റെ പടം അറിയാലോ. ഇല്ല, ആർട്ടിസ്റ്റുകളൊക്കെ പബ്ലിസിറ്റി ചെയ്യില്ല, പടം വന്നു കഴിയുമ്പോൾ അറിയുള്ളൂ. പക്ഷെ ഇതില് വാണിവിശ്വാസ് വേറെ ലെവലാണ്. ചേച്ചിയുടെ ആക്ടിങ്, വിജയരാജന്റെ കിഷ്കിണ്ട കാണത്തിന് ശേഷം നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്തൊരു മൂവിയാണ്. കാരണം ചേട്ടൻ്റെ അഭിനയം നമുക്ക് അറിയാലോ, പണ്ട് കാലങ്ങളിൽ ഹീറോ ആയിരുന്നു. ഇപ്പൊ ക്യാരക്ടർ വേഷങ്ങൾ ചെയ്യുന്നു. പിന്നെ സുരഭി ചേച്ചി, പിന്നെ അതുപോലെ വിനീത് കുമാറിനെ പ്രത്യേകിച്ച് പറയണം. കൺമഷി പടത്തിലെ നായകൻ, ഇപ്പൊ ദേവദൂതലൊക്കെ അറിയാലോ. അപ്പൊ ആ ചേട്ടൻ്റെ ഒരു അടിപൊളി ഫൈറ്റൊക്കെ നല്ല റോളാണ്. സത്യം പറയാൻ പുള്ളിയാണ് നായകൻ എന്ന് ഓർത്തുപോയി. പിന്നെ ഒരു വേട്ട സീനൊക്കെ കാണിക്കുന്നുണ്ട്, ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. പിന്നെ ഗംഭീര പടം, ഗംഭീരമാണ്. വയലൻസ് ഉണ്ട്. ഒരംഗം അങ്ങനെ കോരിത്തരിച്ചാണ് ഇത് കണ്ടത്. കാരണം നമുക്ക് പേടിയാവുന്ന രംഗങ്ങളുണ്ട്. ഫൈറ്റ് ആണെങ്കിലും വെടിവെപ്പാണെങ്കിലും നമ്മളൊരു ലൈവായിട്ട് കണ്ടിരിക്കുന്ന ഒരു ഫീൽ ചെയ്ത് നല്ല മേക്കിങ്. അത് കലാസംവിധാനം സംഭവിക്കുക. കാരണം ഈ സിനിമയ്ക്ക് ഒരുപാട് റിസ്ക് എടുത്തു. ഒരു വീട് തന്നെ ക്രിയേറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ടിന്യൂറ്റി ഒക്കെ നോക്കണമല്ലോ. ഈ കണ്ടിന്യൂറ്റിയിലെ കറക്റ്റ് ചെയ്ത് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഴിവ് തന്നെയാണ് ആ ടീമിന്റെ. ആഷിഖ് അബുവിന്റെ ഒക്കെ പ്രത്യേകത ആഴ്ചയിലെ പടം ഇറക്കുമല്ല, വർഷത്തിലൊരു പടം. ആ പടം ഗംഭീരമായി. അന്യ റസൂല് എന്തോ ഒരു ഹിറ്റ് പടം. റൈഫിൾ ക്ലബ്ബ് നല്ലൊരു എന്റർടൈൻമെന്റ് സിനിമയാണ്. എന്റർടൈൻമെന്റ് ഉപരി കുറച്ച് വയലൻസ് ഉണ്ട്, കണ്ടിരിക്കാൻ പറ്റുന്ന വയലൻസ് ആണ്. കാരണം നമുക്ക് ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് ഗണ്ണുണ്ട്, ഈ ഗണ്ണെടുത്തു, അതാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്.
ആഷിഖ് കപൂർ സാറ് ഇതിനു മുമ്പ് ചെയ്ത പടത്തിൽ വെച്ച് ഇത് എൻ്റയർ ഡിഫറെൻ്റ് ആണ്. പിന്നെ ദിലീഷ് പോത്തൻ്റെ ഇതുവരെ കണ്ടുപിടുന്ന സിനിമയിൽ വെച്ച് എൻ്റയർലി വ്യത്യസ്തം നിറഞ്ഞ പെർഫോമൻസ് ആണ്. പിന്നെ ഇത് വിനീത് കുമാർ ആണെങ്കിലും സുരഭി ചേച്ചി ആണെങ്കിലും ത്രൂ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു എന്റർടൈൻമെന്റ് ത്രില്ലിംഗ്, ഒരു സീറ്റ് വെച്ച് ത്രില്ലർ എന്ന് തന്നെ പറയാം. വയലൻസ് കുറച്ചെങ്കിലും ഉണ്ട്, പക്ഷെ അത് കണ്ടിരിക്കാൻ പറ്റുന്ന വയലൻസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ആഷിഖ് കപൂർ ചിത്രത്തിന് വ്യത്യസ്തം നിറഞ്ഞൊരു സിനിമയാണ്. ഒരു ഇയോബിന്റെ പുസ്തകം കണ്ടൊരു ഫീൽ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. ഒരു എന്താ പറയാ ഹാഷ് മൂഡായിട്ടുള്ള സിനിമകൾ, ഒരു എന്താ പറയാ വയലൻസ് സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് ഈ സിനിമ ഇഷ്ടപ്പെടും. കുട്ടികൾ അധികം കാണാണ്ടിരിക്കുക, പക്ഷെ 18 വയസ്സ് കാണാൻ പറ്റും. മാർക്കോ സിനിമ ഇറങ്ങുമ്പോൾ ഈ സിനിമ വെല്ലുവിളിയാകാൻ ചാൻസ് ഉണ്ട്. കാരണം മാർക്കോവിനെ പോലെ മാർക്കോ ഭയങ്കര വയലൻസ് ആണെന്ന് പറയണം, പക്ഷെ ഇത് വയലൻസ് ഉണ്ട്, പക്ഷെ കണ്ടിരിക്കാൻ പറ്റുന്ന വയലൻസ് ആണ്. മാർക്കോ പ്രതീക്ഷയ്ക്ക് അപ്പുറമാണ്. കാരണം നാളെ മാർക്കോ തീർത്ത് കാണണമെന്ന് പടത്തിയിട്ടുണ്ട്.